യും ഇറാനും തമ്മിൽ അതിശക്തമായ ഭിന്നത ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാനെതിരായ അമേരിക്കൻ ഇസ്രായേൽ നീക്കങ്ങൾക്ക് ശക്തമായ രൂപത്തിലുള്ള പിന്തുണയാണ് നൽകുന്നത് എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ദഫ്ര എയർബേസിൽ ശക്തമായ രൂപത്തിലുള്ള ഇറാനെതിരെയുള്ള ആക്രമണത്തിനുള്ള പദ്ധതികൾ തയ്യാറാകുന്നു. അതുപോലെ ഇറാനെതിരെ പല രീതിയിലുള്ള നീക്കങ്ങളും നടത്തുന്നു എന്ന് പറയുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ഇറാന്റെ ദേശീയ സുരക്ഷാ അംഗമായ അലി ഖദ്റയാൻ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അദ്ദേഹം ഒരു ഇന്റർവ്യൂവിലാണ് ഈ കാര്യം പറയുന്നത്. യിൽ താമസിക്കുന്ന കുടിയേറ്റക്കാരായ ആളുകൾ അവരോട് പ്രത്യേകമായി ഒരു ഉപദേശം നൽകാനുള്ളത് എത്രയും പെട്ടെന്ന് അവർ വിട്ടുപോകണം. ക്കെതിരെ അതിശക്തമായ ആക്രമണം ഞങ്ങൾ നടത്തും. ആ ആക്രമണത്തിൽ പിന്നീട് യിൽ ഒരു ടെക്നോളജിയും ബാക്കി ഉണ്ടാവുകയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ യിലുള്ള മുഴുവൻ ആളുകളും നാടുവിടണം. ഇത് യെ സംബന്ധിച്ചിടത്തോളം വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുന്ന പ്രസ്താവനയാണ്. കാരണം യുടെ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഭാഗവും ഇൻവെസ്റ്റ് ആണ് എന്ന് നമുക്കറിയാം. ഇങ്ങനെയുള്ള ഭീഷണി നിലനിൽക്കുന്ന ഘട്ടത്തിൽ യിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ കുറഞ്ഞു വരും. അതുമാത്രമല്ല, നിലവിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾ അത് പിൻവലിക്കാനും സാഹചര്യങ്ങൾ ഉണ്ടാകും. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒന്നും പ്രതിരോധ സംവിധാനങ്ങൾ യിൽ വിന്യസിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇറാന്റെ ആക്രമണങ്ങളിൽ നിന്ന് അതിനൊന്നും വലിയ രൂപത്തിലുള്ള പോസിറ്റീവായ റിസൾട്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. പല മിസൈലുകളും അതുപോലെ ഡ്രോണുകളും ഇറാനിൽ നിന്ന് വന്ന പല ഡ്രോണുകളും മിസൈലുകളും എല്ലാം യിലെ ലക്ഷ്യത്തിൽ പതിച്ചു എന്നത് തന്നെ ഇപ്പോൾ വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയ രീതിയിൽ ഈ വാർത്തകൾ മറച്ചുവെക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എങ്കിലും ചിലതെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. കാരണം മറച്ചുവെക്കുന്നതിൽ പ്രധാനപ്പെട്ട ഘടകം അത് പെട്ടെന്ന് യുടെ സാമ്പത്തിക വ്യവസ്ഥിതിയെ തകർത്ത് കളയും. കാരണം ഇൻവെസ്റ്റുകൾ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം അത് പിൻവലിക്കുമ്പോൾ പെട്ടെന്നുള്ള ഒരു സാമ്പത്തിക ക്രൈസിസ് പ്രതിസന്ധി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സാധാരണ രീതിയിൽ ഉണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധി എന്നതിലപ്പുറം ഇൻവെസ്റ്റുകൾ പെട്ടെന്ന് പിൻവലിച്ചു കഴിഞ്ഞാൽ വലിയ രൂപത്തിൽ രാഷ്ട്രം കൂപ്പുകുത്തുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അത് നിലനിർത്തുക എന്നത് യുടെ ആവശ്യമാണ്. ആ കാരണത്താൽ തന്നെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. എന്തായാലും യും അതുപോലെ ഇറാനും തമ്മിൽ വ്യക്തമായ ശക്തമായ ഭിന്നതയാണ് ഉടലെടുക്കുന്നത്. ഇത് ഇനിയും ഒരു യുദ്ധമുണ്ടാവുകയാണെങ്കിൽ ക്കെതിരെ ശക്തമായ നീക്കം നടത്താനുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്.